തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയിൽ ഭർത്താവ് നൌഫലിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് ഉടനുണ്ടാകും. ഗാർഹിക പീഡനം നടന്നോ എന്നും പരിശോധിക്കും. AV ജയശങ്കർ നൽകും തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ. ജയശങ്കർ, നേരത്തെ തന്നെ കടുത്ത പീഡനം ഷഹനയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കടക്കുന്നു. ഭർത്താവ് നൌഫലിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരിക്കുന്നു. അറസ്റ്റ് എപ്പോൾ ഉണ്ടാകും? പോലീസ് കുറച്ചു മുമ്പാണ് ഭർത്താവ് നൌഫലിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം കൂടി ചുമത്തിയത്. എന്തായാലും ഇയാളെ ഉടൻ പോലീസ് അറസ്റ്റ് ഇയാളെ കണ്ടെത്താനുള്ള നടപടികൾ തിരുവല്ലം പോലീസ് എന്തായാലും ആലോചിച്ചിട്ടുണ്ട്. അപ്പം പോലീസ് വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളും വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ ചോദ്യം ചെയ്ത ഷഹനയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒരു വ്യക്തതയും കൃത്യതയും വേണമെന്നാണ് പോലീസിന്റെ നിലപാട്. ഗാർഹിക പീഡനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് പോലീസിന് വലിയ സംശയമുള്ളത്. ചില മൊഴികൾ അത്തരത്തിൽ ഉണ്ട് എങ്കിൽ പോലും സാഹചര്യമായ ചില തെളിവുകൾ അതുമായി യോജിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. വീട്ടിൽ അത്തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ യുവതി കഴിഞ്ഞ 3 മാസത്തോളമായി സ്വന്തം വീട്ടിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഗാർഹിക പീഡനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ പോലീസ് വളരെ വിപുലമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. കാരണം ഇവർ തമ്മിൽ ചില സംഘടനകൾ ചെറിയ രീതിയിൽ വഴക്കിട്ട ചില സ്ഥലങ്ങളിൽ പോലീസ് എത്തി പരിശോധന നടത്തി ഉള്ള ആളുകളിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തി. അദ്ദേഹത്തിൽ കൃത്യമായി പഴുതുകൾ അടച്ചുകൊണ്ട് ഉള്ള ഒരു അന്വേഷണത്തിനാണ് തിരുവല്ലം പോലീസ് ഈ വിഷയത്തിൽ നീങ്ങുക. എടുത്തു ചാടി ഒരു അറസ്റ്റിലേക്കോ ഇല്ലെങ്കിൽ ഒരു വകുപ്പിട്ട യുവതിയുടെ ഭർത്താവിന്റെ കുടുംബത്തെയോ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറല്ല. കൃത്യമായി പരിശോധിച്ച ശേഷം വകുപ്പുകൾ കൂട്ടിച്ചേർക്കാമെന്ന് തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി തിരുവല്ലം പോലീസ് നടത്തുന്നുണ്ട്. AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.